വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ പ്രഭാഷണം. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ, നിനക്ക് മുൻപേ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ എന്ന് യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറൂസലേമിലെയും ജനങ്ങൾ അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു. കുനിന് അവന്റെ ചെരുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. യോഹന്നാൻ മാഗ്ദാന ദൗത്യബോധമുള്ള ഒരു പ്രേക്ഷിതൻ. സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് യേശുവിന്റെ സുവിശേഷത്തിന്റെ തുടക്കം തന്നെ കുറിക്കുന്നത് യേശുവിന്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള യോഹന്നാൻ മാഗ്ദാനയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ മാർക്കോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന യോഹന്നാൻ തീർത്തും ഒരു താപസിന്റെ റോളിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം ആത്മാർത്ഥതയും ദൗത്യബോധമുള്ള ഒരു പ്രേക്ഷിതൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. താപസൻ എന്ന നിലയിൽ ഉള്ള മർക്കോസിന്റെ വിവരണം നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നു, യോഹന്നാന്റെ വാസം മരുഭൂമിയിലാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും ഭക്ഷണ രീതിയുമൊക്കെ തീർത്തും ഋഷിതുല്യമായിട്ടുള്ള ഒരു ശൈലി. യോഹന്നാന്റെ ആത്മാർത്ഥതയും ദൗത്യബോധവും എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, സത്യസന്ധമായി തന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്ന നീതിബോധമുള്ള ഒരു മനുഷ്യൻ. യോഹന്നാൻ ഒരിക്കലും തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നതിനേക്കാൾ താൻ എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ, ആരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി താൻ അയക്കപ്പെട്ടുവോ ആ യേശുവിനെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ മാത്രം, അതിന് ഉപകരിക്കുന്ന രീതികൾ മാത്രമേ യോഹന്നാന്റെ ജീവിതത്തിൽ നാം ദർശിക്കുന്നുള്ളൂ. ആ വ്യക്തിയെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷയിലും അവതരിപ്പിക്കുകയും അതിന് ജനങ്ങളെ ഒരുക്കുകയും ചെയ്യുന്ന, അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യബോധമുള്ള ഒരു മിഷണറി. ഇതാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വിശുദ്ധ മർക്കോസിന്റെ ദർശനം പ്രകാരം ആയി തീർന്നിരിക്കുന്നത്. എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ശൈലി. അവനവന്റെ കർത്തവ്യങ്ങൾ എന്താണെന്നും അതിന്റെ യാഥാർത്ഥ്യബോധം മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയും തൃപ്തി കണ്ടെത്തിയും അതിനുവേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ സമയവും ജീവിതവും അതിനുവേണ്ടി മാത്രം വ്യയം ചെയ്യുകയും ചെയ്യുന്ന ഒരു ദാർശനികൻ നമ്മുടെ മുമ്പിൽ യോഹന്നാനിൽ കൂടെ കാണുകയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്വാംശീകരിച്ചെടുക്കാവുന്ന, മാതൃകയാക്കാവുന്ന ഒരു ശൈലിവിശേഷം വിശുദ്ധ മർക്കോസിന്റെ അവതരണമനുസരിച്ച് ഉള്ള യോഹന്നാനിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്.